ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മക്കളും കൂടി ഒന്ന് പോണത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മുഹറമായിട്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് ഉണ്ട്. പോരാത്തതിന് മക്കൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീടിലെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് മക്കൾക്ക് ഭയങ്കര ഇടങ്ങേറ്. അപ്പോൾ നമ്മളൊന്ന് വീട്ടിലേക്ക് പോയിട്ട് 2 ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇക്കും പറഞ്ഞു കുഴപ്പമില്ല, 2 ദിവസം പോയി നിന്നിട്ട് പോരേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ജോലിക്ക് പോയി. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കോതർശി ഡയറക്റ്റ് ചടശ്ശേരി ബസ്സിനാണ് കയറിയത്. അങ്ങനെ നമ്മൾ കോതർശി വഴി വന്ന് വാണിയംകുളം വഴി കോതർശിയിൽ കയറിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് അരങ്ങമല കാണാൻ. എന്താ പറയുക, മഴ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ നല്ല പിടിപിടുന്നന്നെ വെള്ളം ചാടും കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം, അത്രയും വെള്ളം ചാടും കേട്ടോ. എല്ലാം എന്താ ഭയങ്കര വ്യൂ ആണ് കേട്ടോ അതൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും കണ്ടു, സന്തോഷമായി. പിന്നെ കുട്ടികളൊന്നും കൂടി ഉഷാറായിട്ടോ. കാരണം നമ്മുടെ വീട് എല്ലാവർക്കും അറിയാം അവിടുത്തെ. അപ്പോൾ അവിടെ ഇങ്ങനെ കടന്നിട്ട് വയ്യാണ്ട് ആകുമ്പോൾ മക്കൾക്ക് ചെറിയ എന്തൊക്കെയോ സ്വയക്കണം. അപ്പം പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. കുറേ മുമ്പൊക്കെ നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സ്കൂൾ തുറന്നു, ഒക്കെ നാട്ടിലായി. അപ്പോൾ വന്ന് നിൽക്കൽ കുറവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞു മോനാണിത് കേട്ടോ. മൂത്ത മോനുണ്ട്, ഇത് രണ്ടാമത്തെ കുഞ്ഞു ബേബി ഉണ്ടായിട്ടുണ്ട്, അതാണ്. അപ്പം അങ്ങനെ ഞാനത് എടുത്തിട്ട് താത്താടെ അടുത്ത് കൊണ്ടുപോകണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താത്താടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എടുത്തിട്ട് കുറേ നേരം കളിപ്പിച്ചിട്ട് ഫേസ് കാണിക്കണില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാനും ഹിമമോളും കൂടി റീൽസിൽക്ക് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയതാണ്. പക്ഷേ ഒന്നും ഒത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ല. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അതങ്ങനെ ചെക്കായി. അത് കഴിഞ്ഞ് 4 മണിയായി. ഫുഡൊക്കെ കഴിച്ച് 4 മണിയായപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറുതായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ടില്ല, അടിയിൽ മാത്രം ചെറിയ രീതിക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ സ്മെല്ല് വേറെ എവിടേക്കും എഫക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ അടിപൊളി, നല്ല സ്മൂത്ത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദിക്കറെടുത്തിരിക്കുമ്പോൾ പടത്ത് കൊണ്ടുപോയി ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇപ്പോൾ പറയണവന് മത്തൻ്റെ പൂവ് നടുവിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ചിരിച്ചിട്ടാ. അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ കട്ട് നശിപ്പിക്കണ്ട, കുട്ടികൾ വന്നിട്ട് എടുക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. താത്താർ 2 വർക്കിന് പോയിക്കാണ്. അപ്പോൾ അവർ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ കട്ട് ചെയ്തു. 4 മണിക്ക് ചായക്കുള്ള പലഹാരമാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ചെറുതുരുത്തിയിൽ നിന്ന് ഒരുപാട് വട്ടം ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 3-4 ഐറ്റംസോട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.